ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പാനിപൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പാനിപൂരി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് റവയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റവയും മൈദാമാവും ഓയിലും എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. വെള്ളം ആദ്യമേ തന്നെ കൂടുതൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു ടവൽ നന്നായിട്ടൊന്ന് നനച്ച് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു ടവൽ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാളംപുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എടുക്കണം. ഈ വാളംപുളി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്ന് കഴിയുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് പുളി ഇറങ്ങും. എന്നപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി എരിവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ളത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് കുറുകി പോകരുത്, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനായാൽ മതിയാവും. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാകമാകുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത ആ ഒരു മിക്സിൽ നിന്നും ഞാൻ ഒരു 6 ടേബിൾ സ്പൂണോളം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കട്ടാമീഠ പാനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ടീക്ക പാനിയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് നമ്മളൊന്ന് അരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാറ്റ് മസാല ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. കാരണം ചാറ്റ് മസാല ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പാനിപൂരിയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളവും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എരിവും ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടീക്ക പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപൂരിയിലെ പൊട്ടറ്റോ ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് കടലയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടല ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളൊരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ചാട്ട് മസാലയും, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ നമ്മളൊരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പൂരി ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ആദ്യമേ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ മാവ് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഭാഗം ആദ്യമേ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മാവ് ഒന്ന് പരത്തി കൊടുക്കാൻ. പലകയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പൂരികളായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മാവ് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടി വേണം, എന്നാലും ഒരുപാടങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല, കട്ടി തീരെ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ആ ഒരു പാകത്തിൽ വേണം നമ്മൾ ഈ മാവൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ മാവും വെച്ചിട്ട് നമ്മൾ പൂരി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ പൂരി ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇത് കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പൂരി നന്നായിട്ട് പൊങ്ങി വരില്ല. അതുപോലെ തന്നെ മാവ് കട്ടി കുറഞ്ഞു പോയാലും കട്ടി നന്നായിട്ട് കൂടി പോയാലും ഒന്നും നമ്മുടെ ഈ പൂരി നന്നായിട്ട് തന്നെ പൊങ്ങി വരില്ല. അപ്പോൾ നമ്മൾ അത് പരത്തി എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എണ്ണയുടെ ചൂടും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പൂരിയിൽ ഒരു പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ല. അത് ചിലപ്പോൾ മാവ് കട്ടി കൂടി പോയത് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മാവ് തീരെ കഠിനം ഇല്ലാതായി പോയത് കൊണ്ടോ ഒക്കെ ആവാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൂരി എടുത്ത് അതൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു സ്പൂണോളം പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുളി ചട്നി ഉണ്ടല്ലോ, ആ ഒരു ചട്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് വളരെ കുറച്ച് മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈസി പാനിയിൽ മുക്കിയതിന് ശേഷം കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്